വെൽക്കം ഓൾ. സഹകാരിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ ക്ലർക്ക് ടൈപ്പിസ്റ്റ്, എൽ ഡി ടൈപ്പിസ്റ്റ് പോലുള്ള തസ്തികകളിലേക്ക് PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടൈപ്പ് റൈറ്റിംഗ് ഭാഗത്ത് നിന്ന് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ആൻഡ് ഡാഷ് ആർ കോൾഡ് ഗൈഡ് കീസ്. നമ്മൾ ഏതിനെയൊക്കെയാണ് നമ്മൾ ഗൈഡ് കീസ് എന്ന് പറയുന്നത് എന്നാണ് ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യം പഠിപ്പിക്കുന്നത് ഏതാണ്? ASDF സെമിക്കോളൻ LKJ അല്ലേ? ഈ നമ്മളെ ഹാൻഡ് ഫിംഗേഴ്സ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ASDF സെമിക്കോളൻ LKJ. അപ്പം നമ്മുടെ ഗൈഡ് കീസ് ഏതായിരിക്കും? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാ? ലിറ്റിൽ ഫിംഗേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻസ് A K and J, B N and M, C A and S and D A and സെമിക്കോളൻ. നമ്മൾ പറഞ്ഞല്ലേ, നമ്മൾ സ്റ്റാർട്ടിങ് പഠിപ്പിക്കുന്നത് ASDF സെമിക്കോളൻ LKJ. അപ്പം നമ്മുടെ ഗൈഡ് കീസ് ഏതാണ്? A and സെമിക്കോളൻ. A and സെമിക്കോളൻ is the right answer. Next question, due to overtension of mainspring dash happened. മെയിൻസ്പ്രിങ് ടെൻഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ്. നമ്മുടെ ടൈപ്പ് റൈറ്റർ മെയിൻ സ്പ്രിങ് എന്നുള്ള പാർട്ടിൽ ഹാർട്ട് ഓഫ് ദ ടൈപ്പ് റൈറ്റർ ആണ് അതിന്റെ മെയിൻ സ്പ്രിങ് എന്ന് പറയുന്നത്. അതിന്റെ ടെൻഷൻ കൂടുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ A ജെർക്കി മൂവ്മെന്റ്, ഓപ്ഷൻ D സ്ലഗിഷ് മൂവ്മെന്റ്, ഓപ്ഷൻ C സ്റ്റോപ്പേജ് ആൻഡ് ഓപ്ഷൻ D നൺ ഓഫ് ദ എബവ്. ഇതിൽ ഏതാണ് സംഭവിക്കുന്നത്? ജെർക്കി മൂവ്മെന്റ് അറിയാമല്ലോ, പെട്ടെന്ന് നമ്മൾ മീൻസ് നമ്പർ സ്കിപ്പായി പോകുന്നതാണ് ജെർക്കി മൂവ്മെന്റ് എന്ന് പറയുന്നത്. ക്യാരേജ് സ്ലിപ്പായി അങ്ങ് പോവാണ്. സ്ലഗിഷ് എന്ന് പറഞ്ഞാലോ, നമ്മളിങ്ങനെ പതുക്കെ നമ്മൾ ടൈപ്പ് ചെയ്യും, മൂവ് ചെയ്യുന്നില്ല, നെക്സ്റ്റ് വീണ്ടും എന്താ കുറച്ച് പാട്ടേക്ക് അത് അറിയാതെ അങ്ങ് നീങ്ങും. അല്ലെങ്കിൽ എന്താ ഓപ്ഷൻ C എന്ന് പറയുന്നത് സ്റ്റോപ്പേജ് ആണ്, നിന്ന് പോകുക. അപ്പോൾ ഓവർ ടെൻഷൻ കൊണ്ട് നിന്ന് പോവുകയാണ്. ഇതിൽ ഏതാണ് ഓവർ ടെൻഷൻ കൂടുമ്പോൾ സംഭവിക്കുന്നത്? ക്യാരേജിന്റെ ടെൻഷൻ കൂടുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? ജെർക്കി മൂവ്മെന്റ്. ജെർക്കി മൂവ്മെന്റ് ആണ് ക്യാരേജിന്റെ ടെൻഷൻ കൂടുമ്പോൾ സംഭവിക്കുന്നത്. സ്ലഗിഷ് മൂവ്മെന്റ് ആണെങ്കിലോ ലോ ടെൻഷൻ ആണ്. ലോ ടെൻഷൻ ആകുമ്പോഴത്തേക്കാണ് ക്യാരേജ് സ്ലഗിഷ് മൂവ്മെന്റ് സംഭവിക്കുന്നത്. എന്തെങ്കിലും ഡ്രോ കോഡൊക്കെ വോൺ ഔട്ട് ആയി കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് സ്റ്റോപ്പേജ്, അല്ലെങ്കിൽ ക്യാരേജ് സഡൻ ആയിട്ട് നിന്ന് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബ്രഷ് ഈസ് യൂസ്ഡ് ടു ക്ലീൻ ദ ടൈപ്പ് ബാർ ഫേസ്. ടൈപ്പ് ബാറിന്റെ ഫേസ്, നമ്മുടെ ടൈപ്പ് ബാറിന്റെ എൻഡിലല്ലേ നമ്മുടെ ലെറ്റേഴ്സ് കാണുന്നത്, അത് ക്ലീൻ ചെയ്യാനായിട്ട് ഏത് ബ്രഷ് ആണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ A മീഡിയം ബ്രഷ്, ഓപ്ഷൻ B ലോങ് ബ്രഷ്, ഓപ്ഷൻ C ഷോർട്ട് ബ്രഷ്, D ബോത്ത് A and B രണ്ടും യൂസ് ചെയ്യും. നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? ടൈപ്പിന്റെ ഫേസ് അല്ലേ, നമുക്ക് കുഞ്ഞായിട്ടുള്ളതല്ലേ, നമുക്ക് എടുത്ത് വെച്ച് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ്? ഷോർട്ട് ബ്രഷ് ആണ് അല്ലെ. ചെറിയ ഭാഗങ്ങളൊക്കെ മൈന്യൂട്ട് ആയിട്ടുള്ള ക്ലീൻ ചെയ്യുന്നതൊക്കെ ഏതിലാണ്? ഷോർട്ട് ബ്രഷ് യൂസ് ചെയ്താണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാരേജ് ടെൻഷൻ ഓൾസോ ബി കോൾഡ്. ക്യാരേജ് ടെൻഷനെ പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഓപ്ഷൻ A മെയിൻ സ്പ്രിംഗ് ടെൻഷൻ, ഓപ്ഷൻ B പിനിയൻ വീൽ ടെൻഷൻ, ഓപ്ഷൻ C എസ്കേപ്മെന്റ് വീൽ ടെൻഷൻ, ഓപ്ഷൻ D റാറ്റ്സ് വീൽ ടെൻഷൻ. ഇതിൽ ഏത് ടെൻഷനാണ്? ക്യാരേജ് ടെൻഷന്റെ മറ്റൊരു പേര് നമ്മൾ പഠിക്കുന്നത് ഏതാണ്? ക്യാരേജ് ടെൻഷന്റെ മറ്റൊരു പേര് എന്താണ്? മെയിൻ സ്പ്രിംഗ് ടെൻഷൻ. മെയിൻ സ്പ്രിംഗ് ടെൻഷൻ ക്യാരേജ് ടെൻഷന്റെ മറ്റൊരു പേരാണ് മെയിൻ സ്പ്രിംഗ് ടെൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ഷേപ്പ് ഓഫ് എ ടൈപ്പ് സെഗ്മെന്റ്. ടൈപ്പ് സെഗ്മെന്റ് അറിയാലോ, അല്ലെങ്കിൽ ഷേപ്പിലിരിക്കുന്നത്, അതിന്റെ ഷേപ്പ് എന്താണ്? A സർക്കുലർ, B സെമി സർക്കുലർ, C ട്രയാങ്കിൾ, D റെക്റ്റാങ്കിൾ. ഇത് ഏത് ഷേപ്പിലാണ് കാണുന്നത്? നമ്മൾ ടൈപ്പ് എടുക്കുമ്പോഴത്തേക്കും അതിന്റെ ടൈപ്പ് ബാർസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുകയല്ലേ, അപ്പൊ സെഗ്മെന്റ് ആയിട്ട്. അത് ഏത് ഷേപ്പിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഒരു സെമി സർക്കുലർ ഷേപ്പാണ് അല്ലെ. സെമി സർക്കുലർ ഷേപ്പിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് കറക്റ്റ് ടൈപ്പ് ഗൈഡിലേക്ക് നമുക്ക് ആ പോയിന്റിലേക്ക് ടൈപ്പ് ബാർസ് വന്ന് ഇംപ്രഷൻ കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് സെമി സർക്കുലർ ഷേപ്പിലേക്കാണ് നമുക്കത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്താണ്? സെമി സർക്കുലർ ഷേപ്പ്. സെമി സർക്കുലർ ഷേപ്പാണ് ടൈപ്പ് സെഗ്മെന്റിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വീൽ കണക്റ്റഡ് എസ്കേപ്മെന്റ് വീൽ ആൻഡ് ദ ക്യാരേജ് റാക്ക്. ക്യാരേജ് റാക്കിനെയും എസ്കേപ്മെന്റ് വീലിനെയും കണക്ട് ചെയ്യുന്ന വീൽ ഏതാണ്? ഏതാണ് വീല്? ഓപ്ഷൻ A പിനിയൻ വീൽ, ഓപ്ഷൻ B തമ്പ് വീൽ, ഓപ്ഷൻ C റാറ്റ്സ് വീൽ, ഓപ്ഷൻ D നൺ ഓഫ് ദിസ്. ഇത് പിനിയൻ വീലും എസ്കേപ്മെന്റ് വീലും ആണല്ലേ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. മുകളിലും താഴെയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വീൽ ഏതാണ്? പിനിയൻ വീൽ ആൻഡ് എസ്കേപ്മെന്റ് വീലാണ്. അപ്പൊ ക്യാരേജ് റാക്കുമായിട്ട് അതുകൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഏതാണ്? പിനിയൻ വീലാണ്. പിനിയൻ വീലും എക്സ്പെൻറ്റ് വീലും കൂടെയാണ് ക്യാരേജ് റാക്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വീൽ. ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? പിനിയൻ വീലാണ്. ഡാഷ് ഹെൽപ്സ് ക്യാരേജ് മൂവ് ഇൻസ്റ്റന്റ്ലി ടു പ്രീ ഡിറ്റർമിൻഡ് പൊസിഷൻ. ഒരു പ്രത്യേക നമ്മൾ നേരത്തെ കൂട്ടി ഫിക്സ് ചെയ്ത ഒരു പൊസിഷനിലേക്ക് നമുക്ക് ആ ക്യാരേജ് മൂവ് ചെയ്യണം. സഡനായി നമ്മളിപ്പോൾ സ്പേസ് ബാർ എടുത്ത് മൂവ് ചെയ്യാറുണ്ട്. ദെൻ നമുക്ക് ക്യാരേജ് ലിവർ യൂസ് ചെയ്ത് മൂവ് ചെയ്യണം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു പ്രീ ഡിറ്റ് അല്ലെങ്കിൽ നമ്മൾ ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്ത് മൂവ് ചെയ്യുന്നു.
പക്ഷെ നമ്മളൊരു പ്രീ ഡിറ്റർമിൻഡ് സ്പേസിലേക്ക് നമ്മൾ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് കീയാണ് ടൈപ്പ് റൈറ്റിംഗിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഏത് കീയാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ഷിഫ്റ്റ്, ഓപ്ഷൻ ബി മാസ്റ്റർ കീ, ഓപ്ഷൻ സി ഹോം കീ ആൻഡ് ഓപ്ഷൻ ഡി ടാബുലേറ്റർ കീ. ഏത് കീയാണ്? ടാബുലേറ്റർ കീ. ഓപ്ഷൻ ഡി ടാബുലേറ്റർ കീ ആണ് ആൻസർ. കാരണം ടൈപ്പ് ബാറിൻ്റെ ഏറ്റവും നമ്മൾ കാണുന്നതല്ലേ ഒരു പ്രീ ഡിറ്റർമിൻഡ് ടാബ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. നമ്മൾ വേർഡ് എടുത്താലും അങ്ങനെ എന്ത് തന്നെയാണ് ചെയ്യുന്നത്? നമുക്ക് കറക്റ്റ് ഒരു കഴ്സർ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്താൻ നമ്മൾ എന്താ സെറ്റ് ചെയ്യുന്നത്? ടാബാണ് സെറ്റ് ചെയ്യുന്നത് അല്ലേ? അതുപോലെ തന്നെയാണ് ടൈപ്പ് റൈറ്ററിൽ എന്താണ്? ടാബുലേറ്റർ കീ ഉണ്ട്. നമുക്ക് ക്യാരേജ് നമുക്ക് ടാബ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് പർട്ടിക്കുലർ ഇതിലേക്ക് ക്യാരേജ് വന്ന് നിൽക്കും അല്ലേ? അത് ടാബുലേറ്റർ കീ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഒഫീഷ്യൽ ലെറ്റർ ഡാഷ് കോംപ്ലിമെന്ററി ക്ലോസ് ജനറലി യൂസ്ഡ് ടു. ഏതാണ് യൂസ്ഡ്? ഈസ് നമ്മൾ ഒഫീഷ്യൽ ലെറ്റർ ആകുമ്പോഴത്തേക്കും ഒഫീഷ്യൽ പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്നതാണല്ലേ. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന കോംപ്ലിമെന്ററി ക്ലോസ് ഏതായിരിക്കണം? അതും കറക്റ്റ് ഒഫീഷ്യലി തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഏത് ക്ലോസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്? ഇത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. യുവേഴ്സ് സിൻസിയർലി, യുവേഴ്സ് ട്രൂലി, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ആൻഡ് യുവേഴ്സ് ലവിംഗ്ലി. അപ്പോൾ ഏത് ഓപ്ഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക? അല്ലെങ്കിൽ ഏത് കോംപ്ലിമെന്ററി ക്ലോസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ആണ് നമ്മൾ ഒഫീഷ്യൽ ലെറ്റർ ആകുമ്പോഴത്തേക്കും. ഓർക്കുക, ഒഫീഷ്യൽ ലെറ്ററിനാണ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി വിശ്വസ്തയോടെ എന്ന് നമ്മൾ പറയുന്നത് ഒഫീഷ്യൽ ലെറ്ററാണ്. യുവേഴ്സ് സിൻസിയർലി ഏതിനാണ് ഉപയോഗിക്കുന്നത്? ഡെമി ഒഫീഷ്യൽ ലെറ്റർ അല്ലേ? ഡെമി ഒഫീഷ്യൽ ലെറ്ററിനാണ് നമ്മൾ യുവേഴ്സ് സിൻസിയർലി ഉപയോഗിക്കുന്നത്. യുവേഴ്സ് ട്രൂലി നമ്മൾ ബിസിനസ് ലെറ്ററിനാണ് ഉപയോഗിക്കുന്നത്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഒഫീഷ്യൽ ലെറ്റർ. യുവേഴ്സ് ലവിംഗ്ലി പേഴ്സണൽ ലെറ്റേഴ്സിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിൻ കോഡ് സ്റ്റാൻഡ്സ് ഫോർ. നമ്മൾ എപ്പോഴും പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? പിൻ അല്ലേ? പിൻ എന്താണ്? പിന്നിൻ്റെ ഫുൾ ഫോം അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ എന്താണ്? അതിൻ്റെ അബ്രിവേഷൻ ചോദിക്കുന്നത് സ്ഥിരമായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ടൈപ്പ് റൈറ്റിംഗിലും ഇത് ചോദിക്കാറുണ്ട്. സോ പിന്നിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഓപ്ഷൻ എ ആണ് പെർമനന്റ് ഇൻഡെക്സ് നമ്പർ, പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ, പെർമനന്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, നൺ ഓഫ് ദിസ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൺഫ്യൂസ് ചെയ്യുക അല്ലെ? പാൻ പറയുമ്പോൾ നമ്മൾ പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്ന പോലെ ഇനി പെർമനന്റ് ഇൻഡെക്സ് നമ്പർ ആണോ? മീൻസ് അത് പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ആണ്. പിന്നെ എന്താ? നമ്മൾ പോസ്റ്റ് ഓഫീസ് കോഡുകളാണ് അല്ലേ? പിന്നെന്താണ്? പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. പോസ്റ്റൽ ഇൻഡെക്സ് നമ്പറാണ് പിൻ എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, പിൻ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. നെക്സ്റ്റ്, മലയാളം ടൈപ്പ് റൈറ്റർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ആരാ ഇൻട്രൊഡ്യൂസ്? മലയാളം ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? മലയാളം ടൈപ്പ് റൈറ്റർ ആരാണ്? ഓപ്ഷൻ എ KN പണിക്കർ, ഓപ്ഷൻ ബി കേരള ഗവൺമെന്റ്, ഓപ്ഷൻ സി R അരുളപ്പൻ, ഓപ്ഷൻ ഡി NS പണ്ടാല. മലയാളം ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? NS പണ്ടാല. NS പണ്ടാലയാണ് മലയാളം ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചത്. NS പണ്ടാല ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിതമിക് ടച്ച് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ്. റിതമിക് ടച്ച് അല്ലേ? നമുക്കറിയാം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വളരെ നമുക്ക് നല്ലൊരു ഇൻപമുള്ളൊരു സൗണ്ടാണ് കേൾക്കുന്നത്. നമ്മൾ ആ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു നല്ലൊരു മ്യൂസിക് കേൾക്കുന്ന പോലെ റിത്തമായിട്ടാണ് കേൾക്കുന്നത്. ആ മെത്തേഡിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഓപ്ഷൻ എ സൈറ്റ് മെത്തേഡ്, ഓപ്ഷൻ ബി സ്റ്റെക്കറ്റോ മെത്തേഡ്, ഓപ്ഷൻ സി ലെഗറ്റോ മെത്തേഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഇതെല്ലാം കൂടെ പറയുമില്ല. സൈഡ് മെത്തേഡ് എന്താണ്? നമ്മൾ നോക്കി ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ റിതമിക് ടച്ച് മെത്തേഡ് എന്ന് പറയുന്നത് ടച്ച് മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് സ്റ്റൊക്കറ്റോ മെത്തേഡ് എന്ന് പറയുന്നതാണ് റിതമിക് ടച്ചിൻ്റെ മറ്റൊരു പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് വളരെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ PSC ചോദിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനും, എന്നാൽ നമ്മൾ നല്ല രീതിയിൽ കൺഫ്യൂഷൻ ആവണം, നമ്മുടെ ടൈം അവിടെ പോകണം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്രയും ഇതായിട്ട് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഐറ്റം റിക്വയർഡ് ഫോർ ക്ലീനിങ് എ ടൈപ്പ് റൈറ്റർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് ക്ലീൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ ഇതായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ എ തന്നിട്ടുണ്ട് ലോങ് ബ്രഷ് ആൻഡ് പോളിഷിംഗ് ക്ലോത്ത്. ഓപ്ഷൻ ബി തന്നിട്ടുണ്ട് ഓയിൽ ക്യാൻ ആൻഡ് ഹാറ്റ് പിൻ. ഓപ്ഷൻ സി തന്നത് പെട്രോൾ സോഫ്റ്റ് റാഗ്. ഓപ്ഷൻ ഡി സ്ക്രൂ ഡ്രൈവർ ആൻഡ് ക്ലീനിങ് പീസ്. ഇത്രയും തന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഇൻ ദിസ്. ഈ പറയുന്നതിൽ ഏതാണ് ശരി? അപ്പോൾ ഈ 4 ഓപ്ഷൻസ് ആയിട്ട് തന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? ഓപ്ഷൻ ABCD അതെടുത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്യും. അപ്പോൾ അത് കൺഫ്യൂസ് ചെയ്യരുത്. വീണ്ടും അതിൻ്റെ താഴെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ട്രൂ എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അവിടെയാണ് തന്നിരിക്കുന്നത്. നോക്കി, 1 A and B, 1 എയും ബി ശരിയാണ്. 2 B and C, 3 C and D, 4 D and D. അപ്പോൾ വീണ്ടും അതിനെ പാർട്ടീഷൻ ചെയ്ത് 4 തന്നു. എന്നിട്ട് നമ്മുടെ ആൻസർ വീണ്ടും അതിന് താഴെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, 4ാമത്തെ സെക്ഷനിലാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് അവർ ആൻസർ കൊടുത്തത്? എങ്ങനെയാ നോക്കി, ഇതാണ് ശരിക്കും നമ്മുടെ ഓപ്ഷനായിട്ട് നമ്മൾ എടുത്തെഴുതുന്നത്. നമ്മൾ OMR മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഓപ്ഷൻ കണക്കാക്കി വേണം നമ്മളത് ചെയ്യേണ്ടത്. ഇപ്പോൾ നോക്കിക്കോ, നമ്മളിപ്പോൾ ഓപ്ഷൻ A സെലക്ട് ചെയ്തു, 1 ഉം 2. ഈ 1 ഉം 2 എന്ന് പറയുമ്പോൾ എന്താണ്?
എയും ബിയും ബിയും സിയും ആണ്. അപ്പോൾ അതായത് എയും ബിയും ബിയും സിയും ആണ്. അപ്പോൾ ഇത് മൂന്നും വരണം എന്നതാണ്. അത് ബി എടുത്താലോ only 2 and 3 2ഉം 3ഉം ആണ്. 2ഉം 3ഉം ആണ്. അതായത് ബിയും സിയും ഡിയും ഇതിൽ എന്ന് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതുപോലെ സി വരുമ്പോഴത്തേക്ക് 1ഉം 4ഉം 1ഉം 4ഉം എന്ന് പറയുമ്പോൾ ഇതിൽ 1ഉം 4ഉം ആണ്. ഇതിൽ 1ഉം 4ഉം ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ രണ്ട് ഓപ്ഷനിൽ 1ഉം 4ഉം എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? എയും ബിയും ഡിയും എയും. അത് എ ബി ഡി എ വീണ്ടും അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ 4 തരത്തിൽ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈപ്പ്? ലോങ് ബ്രഷ്, പോളിഷിംഗ് ക്ലോത്ത് വേണം, ഓയിൽ ക്യാൻ വേണം, ഓയിൽ വേണം, ഹാറ്റ് പിൻ വേണം അല്ലേ? അപ്പം ആൻസർ എന്താണ്? പിന്നെ എന്താ? പെട്രോൾ, സോഫ്റ്റ് റാഗ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ എടുക്കും? എ. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എ എന്ന് പറയുമ്പോൾ എന്താണ്? 1ഉം 2ഉം. ഈ 1ഉം 2 എന്ന് പറയുന്നത് എന്താണ്? നോക്കിക്കേ, എ വന്നിട്ടുണ്ട് വേണം, ബി വന്നിട്ടുണ്ട് വേണം, അതാണ് എ ബി സി. ദെൻ സി വന്നിട്ടുണ്ട്. ഇത് മൂന്നും നമുക്ക് ടൈപ്പ് റൈറ്റിംഗ് ക്ലീൻ ചെയ്യാൻ ആവശ്യമുള്ളതല്ലേ? അപ്പോൾ ആ 3 ഓപ്ഷനും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് ആൻസർ വരേണ്ടത്. അപ്പോൾ ഇത്രയധികം നമ്മളെ കൺഫ്യൂഷൻ ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ടൈപ്പ് റൈറ്റിങ്ങിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ധാരാളമായിട്ട്. അപ്പം നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യം. അതുപോലെ തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം ആ സമയത്ത് നമ്മുടെ ഒരു ചെറിയൊരു ആബ്സെൻസ് ഓഫ് മൈൻഡ് മതി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോവാൻ. നമുക്ക് സിമ്പിളായിട്ട് അറിയാം അല്ലേ? ടൈപ്പ് റൈറ്റിംഗ് ക്ലീനിങ്ങിന് എന്താണ്? ലോങ് ബ്രഷ് വേണം, പോളിഷിംഗ് ക്ലോത്ത് വേണം, ഓയിൽ ക്യാൻ വേണം, ഹെയർ പെൻ വേണം, പെട്രോൾ വേണം, ദെൻ സോഫ്റ്റ് റാഗ്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മളിതിങ്ങനെ കണ്ടിട്ട് ഓപ്ഷൻ കണ്ട് നമ്മൾ എന്ത് ചെയ്യും? അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? നമുക്ക് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കറക്റ്റ് കണ്ടോ? ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എ സെലക്ട് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും താഴെയാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ only 1 and 2. 1 and 2 എന്ന് പറയുമ്പോൾ തന്നെ എന്തായി? മുകളിലുള്ള എയും ബിയും സിയും ഇൻക്ലൂഡഡ് ആയി. ഓക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റോക്കർ മെക്കാനിസം ഇൻക്ലൂഡ് ദ ഫംഗ്ഷൻ ഓഫ് ദ ഫോളോയിങ് പാർട്സ്. റോക്കർ മെക്കാനിസത്തിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? കണ്ടല്ലോ, ഇതും അതുപോലെ തന്നെ മീൻസ് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ വീണ്ടും സ്റ്റേറ്റ്മെന്റ് പോലെ നമുക്ക് 2-3 ഓപ്ഷൻ തന്നു ചോദിച്ചിരിക്കുകയാണ്. ഓപ്ഷൻ എ പിനിയൻ വീൽ ആൻഡ് എസ്കേപ്മെന്റ് വീൽ, 2 എസ്കേപ്മെന്റ് വീൽ ആൻഡ് ലൂസ് ഡോഗ്, 3 പിനിയൻ വീൽ ആൻഡ് സെഗ്മെന്റ് സ്ലോട്ട്, 4 ലൂസ് ഡോഗ് ആൻഡ് പ്ലേറ്റൻ. ഇത് 4 ഓപ്ഷൻ തന്നു. ഇനി ഇതിനകത്ത് നമുക്ക് ഏതൊക്കെയാണ് ഈ റോക്കർ മെക്കാനിസത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് റോക്കർ മെക്കാനിസത്തിൽ അത് വരുന്നത്? പിനിയൻ വീലുണ്ട്, എസ്കേപ്മെന്റ് വീലുണ്ട്, ദെൻ ഏതാ? ഡോഗ് ബ്ലോക്സ് ഉണ്ട് അല്ലേ? ഇതെല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ റോക്കർ മെക്കാനിസം എന്ന് പറയുന്നത്. റോക്കർ മെക്കാനിസം ഡോഗ് ബ്ലോക്സ് ആകുമ്പോൾ ലൂസ് ഡോഗും റിജിഡ് ഡോഗും വരും. അപ്പോൾ പിനിയൻ വീല്, എസ്കേപ്മെന്റ് വീല്, ലൂസ് ഡോഗ്, റിജിഡ് ഡോഗ്, ഈ 4 ഗേജ് വരണം. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ വരുന്ന ഓപ്ഷൻ ഏതാണ്? പിനിയൻ വീല് വന്നു, എസ്കേപ്മെന്റ് വീല് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ദെൻ ലൂസ് ഡോഗ്, ഡോഗ് ബ്ലോക്സിനകത്ത് വരുന്നതാണ് ലൂസ് ഡോഗ്. സെഗ്മെന്റ് സ്ലോട്ട് വരുമോ? ഇല്ല. ദെൻ പ്ലേറ്റൺ ഇല്ല. ലൂസ് ഡോഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം നമുക്ക് അതിനകത്ത് ഇത് 4ഉം കൂടെ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 1 and 2. ഓപ്ഷൻ എ ആണല്ലേ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എ. ഓപ്ഷൻ എ only 1 and 2 ആണ് നമ്മുടെ ആൻസർ ആയി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇതിപ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും PSC ടൈപ്പ് റൈറ്റിംഗിലും ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ്മെന്റ് ലെവലിലോട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ഫ്രം ദ ബിലോ ഗിവൺ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഓപ്ഷൻസ് ആർ ട്രൂ? ഇതിൽ ഏതൊക്കെ ഓപ്ഷനാണ് ട്രൂ എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ട്രൂ എന്നുള്ളത്. വെൻ ദ മെഷീൻ ഈസ് അറ്റ് റെസ്റ്റ് ദ ലൂസ് ഡോഗ് ഇൻ ആക്ഷൻ. നമ്മൾ പഠിക്കും അല്ലേ? ടൈപ്പ് ചെയ്യുന്ന സമയത്ത് റിജിഡ് ഡോഗും ദെൻ അല്ലാത്ത സമയത്ത് റെസ്റ്റ് വരുന്ന സമയത്ത് ലൂസ് ഡോഗുമാണ് അത് ക്യാച്ച് ചെയ്യുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ദെൻ വെൻ ദ പ്രഷർ ഓഫ് ദ റിജിഡ് ഡോഗ് ലീവ്സ് the loose dog catches the next tooth of the escapement wheel. അല്ലെ, നമ്മൾ ആ റോക്കർ മെക്കാനിസം പഠിക്കുന്ന സമയത്ത് നോക്കിയാൽ കാണാം ആ വീലിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ലൂസ് ഡോഗ് റിജിഡ് ഡോഗ് മാറി പിടിക്കുന്നത്. വീൽസ് ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക്. അത് നമ്മൾ റിജിഡ് ഡോഗ് വിടുന്ന ടൂത്തിന്റെ നെക്സ്റ്റ് ടൂത്ത് ആരായിരിക്കും വീഴുന്നത്? ലൂസ് ഡോഗ് ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് തന്നെ എന്താണ്? ആ ഓപ്ഷനും കറക്റ്റ് ആണ്. ഓക്കെ. അതി വെൻ ദ പ്രഷർ ഓൺ ദ റിജിഡ് ഡോഗ് വിടുന്ന പ്രഷറാണ് അല്ലേ? അതേതാണ്? ദ ടൂത്ത്. ആ പ്രഷർ തൊട്ട് ആ ടൂത്ത് വിടുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ടൂത്ത് ലൂസ് ഡോഗ് ആണ് ക്യാച്ച് ചെയ്യുന്നത്. ആ റോക്കർ മെക്കാനിസം എടുത്ത് നോക്കി തന്നെ മനസ്സിലാവും. നെക്സ്റ്റ് അതാണ് ക്യാച്ച് ചെയ്യുന്നത്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ വെൻ ദ ക്യാരക്ടർ കീസ് ഈസ് പ്രസ്ഡ് റിജിഡ് ഡോഗ് ഇൻ ആക്ഷൻ ആണല്ലോ. നമ്മൾ കീസ് പ്രസ് ചെയ്യുമ്പോൾ ആക്ഷൻ വരുന്നത് ആരാണ്? റിജിഡ് ഡോഗ് ആണ് അല്ലേ? നമ്മൾ പറഞ്ഞു റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലൂസ് ഡോഗും പ്രസ് ചെയ്യുന്ന മറ്റ് ക്യാരക്ടർ കീസ് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതാണ്? റിജിഡ് ഡോഗും ആണ്
വർക്ക് ചെയ്യുന്നത്, ഇൻ ആക്ഷനിലായിരിക്കും. അതും എന്താണ്, ശരിയാണ്. കാരേജ് മൂവ്സ് ബൈ 1 degree വെൻ ലൂസ് ഡോഗ്സ് ലീവ്സ്, അല്ലേ? നമ്മൾ ലൂസ് ഡോഗ് റിച്ച് ഡോഗിന്റെ ആക്ഷൻ ആകുമ്പോഴത്തേക്ക് എന്താണ്, ഡിഗ്രി ബൈ ഡിഗ്രി ആയിട്ടല്ലേ മൂവ് ചെയ്യുന്നത്. സോ അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്ത് തന്നെയാണ്, കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ആൻസർ ഏതായിട്ടാണ് വരിക? 1, 2, 3 മാത്രമാണോ? അല്ല, നമുക്ക് ഈ 4 ഓപ്ഷൻസ് ശരിയാണ്, അല്ലേ? ഇപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് only 1, 2 and 3, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 2, 3 and 4, ഓപ്ഷൻ സി എന്ന് പറയുന്നത് 4, 1 and 2. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്താ? നമുക്ക് 4ഉം കറക്റ്റ് ആണ് ആൻസർ. 4 ആൻസറും കറക്റ്റ് ആയി കഴിഞ്ഞാൽ അതേതാണ്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ് ആണ്. എല്ലാ സ്റ്റേറ്റ്മെന്റും നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, കറക്റ്റ് ആണ്. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് 1 വേർഡ് ആയിട്ട് ഇനി പഠിച്ചാൽ പോരാ എന്നുള്ളത് തന്നെയാണ്, അല്ലേ? ടൈപ്പ് റൈറ്റിംഗിലും സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്കൊക്കെ മാറിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ കാര്യം കറക്റ്റായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ശ്രദ്ധിക്കുക, കണ്ടില്ലേ? ഇത്രയും സ്റ്റേറ്റ്മെന്റിൽ ഇതിനാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ റോക്കർ മെക്കാനിസം മൊത്തം അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ 4 സ്റ്റേറ്റ്മെന്റ് നമുക്ക് ട്രൂ ആണെന്ന് കൺക്ലൂഷനിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ribbon starts to move from one spool to another spool automatically is known as, അല്ലേ? നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കാണാം, ഇവിടെ ഇങ്ങനെ റിബൺ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇപ്പുറത്തെ എൻഡിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താ, ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. തിരിച്ച് ഇത് ഇവിടെ ഫുള്ള് തീരുന്ന സമയത്ത് ഇവിടെ എത്തും. തിരിച്ചെന്താ, ഇത് ഫുൾ ഓട്ടോമാറ്റിക്കൽ റിവേഴ്സ് മൂവ്മെൻറ്റ്, ഇങ്ങോട്ട് മൂവ് ചെയ്യും, തിരിച്ച് മൂവ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും 2 ലെവലിൽ മൂവ് ചെയ്യുന്നുണ്ട്. റിബൺ എന്താ, ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യുന്നുണ്ട്. ആ റിബൺ എന്ത് ചെയ്യുക, ഒരു സ്പൂളിൽ നിന്ന് കറങ്ങി എൻ്റെ എത്തി ഇവിടെ ഫുള്ള് ഇങ്ങെത്തി തീർന്നു. അപ്പോൾ ഇവിടെ ഫില്ലായി, ഇവിടെ ലൂസായി. ദെൻ എന്താ, ഇവിടെ കാലിയായില്ലേ. അപ്പോൾ ഇവിടെ നെല്ല എന്ത് ചെയ്യും, റിട്ടേൺ ആയിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ആദ്യം എല്ലാം ഇങ്ങോട്ട് മൂവ് ചെയ്യും, നെക്സ്റ്റ് എല്ലാം ഇങ്ങോട്ട് മൂവ്. അപ്പം ഇങ്ങോട്ടും ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യുന്നു. ആ ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണ്? 1 റിവേഴ്സ് മൂവ്മെൻറ്റ്, 2 ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ്, 3 ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ്, ഡി ഓൾ ഓഫ് ദ ബോ. ഇതെല്ലാം കൂടിയാണോ പറയുന്നതെന്നാണ്. ഇപ്പോൾ മൂവ്മെന്റ് ഉണ്ട്, ഓക്കെയാണ്. ഓട്ടോമാറ്റിക് മൂവ്മെന്റ് ഉണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു സ്പൂളിൽ നിന്നും മറ്റൊരു സ്പൂളിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സ്പൂളിൽ നിന്ന് റൈറ്റ് സ്പൂളിലേക്ക് മൂവ് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ എന്താണ്, റിവേഴ്സ് മൂവ്മെന്റ്, റൈറ്റിൽ നിന്ന് തിരിച്ച് ലെഫ്റ്റിലേക്ക് റിവേഴ്സ് ആയിട്ട് അത് മൂവ് ചെയ്യുന്നില്ല ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ്, നമുക്കപ്പോൾ ടൈപ്പ് റൈറ്റിംഗിൽ ശരിക്കും എന്താ അവിടെ സംഭവിക്കുന്നത്, ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ് ആണ്, അല്ലേ? ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. കാര്യം എന്താ, ഒരു സ്പൂളിൽ നിന്ന് മറ്റൊരു സ്പൂളിൽ നമ്മൾ എന്നിട്ട് മാറ്റി കൊടുക്കുകയാണ് ചെയ്തത്. ആ സ്പൂൾ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാറില്ലേ? അപ്പോൾ എന്താണ്, അപ്പോൾ ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി റിബൺ അങ്ങ് മൂവ് ചെയ്യുകയാണ്. സോ ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ് എന്നാണ് ആൻസർ വരുന്നത്. To start, the ribbon starts to move from one spool to another spool automatically. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഒരു സ്പൂളിൽ നിന്ന് മറ്റൊരു സ്പൂളിലേക്ക് മാറുന്നതിന് പറയുന്ന പേരാണ് ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The expanded form of EFTS. EFTS എന്താണ്? നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ യൂറോപ്യൻ ഫ്രീ ട്രേഡ് സിസ്റ്റം, ഓപ്ഷൻ ബി ഇലക്ട്രോണിക് ഫ്രീ ട്രഷറി സിസ്റ്റം, ഓപ്ഷൻ സി യൂറോപ്യൻ ഫെഡറൽ ടെമ്പററി സിസ്റ്റം ആൻഡ് ഓപ്ഷൻ ഡി ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം. ഏതാണ് നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ പേയ്മെൻറ്റും ഒക്കെ ആണല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ ഫുൾ ഫോമായി വരിക, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റമാണ് ദ കറക്റ്റ് ആൻസർ. EFTS അല്ലേ, EFTS ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം. ഇലക്ട്രോണിക് കണ്ടല്ലോ, ദ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം ആണ് EFTS എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When the variable line spacer is used, the contact between the cylinder ratchet and the cylinder is ceased. എന്താ സംഭവിക്കുന്നത്? The above statement in variable line spacer is. ഇത് കറക്റ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. നോക്കാം. ഓപ്ഷൻ എ യൂസ്ഡ് ടു സീസ് ദ സിലിണ്ടർ, വേരിയബിൾ സിലിണ്ടർ നിർത്താൻ സ്റ്റോപ്പ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. 2 ടു യൂസ്ഡ് ടു റൊട്ടേറ്റ് ദ സിലിണ്ടർ, വേരിയബിൾ ലൈൻ സ്പേസർ സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. ഈ പറയുന്ന രണ്ടും ഈ മുകളിൽ പറഞ്ഞ സിലിണ്ടർ സീസ് ചെയ്യുകയും റൊട്ടേറ്റ് ചെയ്യും കറക്റ്റ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. ആണോ? ദെൻ ബോത്ത് രണ്ടും തെറ്റാണെന്നാണ് പറയുന്നത്. ശരിക്കും അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? നമ്മൾ വേരിയബിൾ ലൈൻ സ്പേസർ എന്താ ശരിക്കും ഉപയോഗിക്കുന്നത്? ലൈൻ സ്പേസർ, വേരിയബിൾ ലൈൻ സ്പേസർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യാനാണ്, അല്ലേ? സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യാനാണ് നമ്മൾ വേരിയബിൾ ലൈൻ സ്പേസർ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ആൻസർ ഏതാ വരിക? യൂസ്ഡ് ടു റൊട്ടേറ്റ് ദ സിലിണ്ടർ. വേരിയബിൾ ലൈൻ സ്പേസർ നമ്മൾ സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അല്ലെ, ചെറിയ മൈന്യൂട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫോർമുലാസ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ വേരിയബിൾ ലൈൻ സ്പേസസ് ആണ് യൂസ് ചെയ്യുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫിഗർ 370 ഈസ് റിട്ടൺ ഇൻ റോമൻ ന്യൂമറൽസ്. അല്ലേ, റോമൻ ന്യൂമറൽസ് നമുക്കത് വളരെ കാര്യക്ഷമമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ ഒന്ന് പഠിച്ചിരുന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ലേ, അപ്പൊ ഇത് എങ്ങനെയാ 370 എഴുതുന്നത്? മുമ്പേ ആണെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കുമായിരുന്നു, 10 എങ്ങനെയാ, 50 എങ്ങനെയാ, 100 എഴുതുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ 500 എങ്ങനെ, അല്ലെങ്കിൽ 1000 എഴുതുന്നത്, ഇത്രയിലും എത്തുമായിരുന്നു. ഇപ്പൊ നമ്മളെ കുറച്ചുകൂടി നമ്മൾ പഠിക്കട്ടെ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. സോ ഇപ്പൊ 370 എന്ന് പറയുന്നതാണെങ്കിൽ എന്താണ്, നമ്മൾ 300 ഉണ്ടല്ലേ, നോക്കാം നമുക്ക്. ഒന്നെന്താ, ഇതെന്താ, 1 തന്നെയാണ്, വി 5 ആണ്, ദെൻ എക്സ് 10 ആണ്, ദെൻ എൽ 50 ആണ്, സി 100 ആണ്, ഡി 500 ആണ്, എം 1000 ആണ്. ഇത്രയാണ് നമ്മൾ ന്യൂമറൽസ്, റോമൻ ന്യൂമറൽസിന്റെ ബേസിക് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഐ ലെറ്റർ ആയി എഴുതുമ്പോഴത്തേക്ക് അതെന്താണ്, 1 ആണ്. നമുക്ക് കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ സ്റ്റാൻഡേർഡ് എഴുതുന്ന ഓർമ്മയില്ലേ, ഫസ്റ്റ് നമ്മളിങ്ങനെ എഴുതും, സെക്കൻഡ് ഇങ്ങനെ എഴുതും, തേർഡ് 3 വരെ ഇട്ടാൽ അത് തേർഡായി, ഒരു ദിറ്റ്സ് 1ഉം ഈ ലെഫ്റ്റ് സൈഡ് ഒരു വര ഇട്ടാൽ അതെന്തായി, നമ്മൾ 4th ക്ലാസ് ആണെന്ന് നമ്മൾ പറയും അല്ലേ, 4th എന്ന് പറയും. ദെൻ ഇത് വരുമ്പോൾ എന്തായി, 5 ആയി. ഇതുപോലെ തന്നെ ഇതെന്താ, 10. അപ്പം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു 1 ഇട്ടാൽ അതെന്തായി, നമ്മളിങ്ങനെ എഴുതുന്ന ഏതായി, 9 ആയി അല്ലേ. ഇതുപോലെ തന്നെ ദെൻ 11 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സിൻ്റെ അപ്പുറത്തെ വരയിടും. അപ്പം ഈ ഒരു പാറ്റേൺ നമ്മൾ +2 വരെ നമുക്ക് ഓർമ്മയുള്ള ഒരു കാര്യമാണ്. ദെൻ അത് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു തന്നു, ഇപ്പം ഈ ഒരു കാര്യം ഇത്രയും നമ്മൾ മനസ്സിൽ നല്ലപോലെ തറവാക്കി വെക്കുക. ഇത്രയും കാര്യം തറവാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു സ്കൂൾ ക്ലാസ്സിൽ എഴുതുന്ന പാറ്റേൺ ഓർത്താൽ 4 ആകുമ്പോഴത്തേക്ക് 5ന് മുന്നിൽ 1 ഇട്ട് കഴിഞ്ഞാൽ അത് 4 ആയി, 5ന് ശേഷം 1 ഇട്ട് കഴിഞ്ഞാൽ എന്തായി, അത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തായി, 6 ആയി. അപ്പം 5ന് ശേഷം കഴിഞ്ഞാൽ അത് 6 ആയി. അപ്പം സോ നമ്മൾ ഈ ഒരു പാറ്റേൺ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. അപ്പം 370 ആണ് നമുക്ക് വേണ്ടത്. 300, അപ്പം 300 എന്ന് പറയുമ്പോൾ എത്ര, 3 × 100 ആയി, 3 × 100 ആണ്. ദെൻ നമുക്ക് 100ന് നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്, സി ആണ് നമുക്ക് എന്തോന്ന്, 100 അല്ലേ. അപ്പം എന്ത് ചെയ്യുക, സി 100, 200, 300 ആയി. ഇനി അടുത്ത എന്താണ്, 370 ആണ് അല്ലേ, നമുക്ക് 370 ആണ് വേണ്ടത്. 370 ആണെങ്കിൽ ആദ്യം എന്താ, നമുക്ക് സി കഴിഞ്ഞു, 370. ഇനി അടുത്ത നമുക്ക് ഏതെടുക്കാൻ പറ്റും ഇതിനകത്ത്, എൽ എടുക്കാം അല്ലേ, എൽ. അപ്പം ഇത് എത്രയായി, 350 ആയി. 350 കഴിഞ്ഞാൽ നെക്സ്റ്റ് എത്രയാണ്, 370 ആണ് വേണ്ടത്. 70ന് നമുക്ക് ഏതെടുക്കാൻ പറ്റും, 10 എടുക്കാം. ഇത്രയാണ് നമ്മളെടുത്തത്. അപ്പം 60, 70. അപ്പം നമ്മുടെ ആൻസർ എത്രയെന്ന് വരും, ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. 100, 200, 300 എത്രയായപ്പോൾ നമുക്ക് അത്രയും 300 കിട്ടി. ദെൻ ഇത് 50, ദെൻ ഇത് 10 + 10 + 20. അപ്പോൾ ആ ലെവൽ നമ്മൾ ഓർത്ത് വെച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 370 ആണ്. 300 കഴിഞ്ഞിട്ടാണ് ഇത്. അപ്പോൾ 300 കഴിഞ്ഞിട്ടാണ് 50 എഴുതുക. അപ്പോൾ 350 ആയി. ദെൻ 2 10 കൂടെ ആയത്. അപ്പോൾ 370 എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചു. ഇതിങ്ങനെ ഓർത്ത് വെച്ചേക്കുക. ആക്ച്വലി ബേസിക്കലി ഈ ഒരു ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വരുന്ന ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. മുന്നിലോ പിന്നിലോ എഴുതുന്നുള്ള ഒരു കൺഫ്യൂഷൻ മാത്രം ഓർത്താൽ മതി. നമ്മൾ ഈ കുഞ്ഞു ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ഓർത്താൽ മതി. നമ്മൾ 4 ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, 1 ഇട്ടിട്ട് 5 ഇടുക അല്ലെ, വി ഇടുക അല്ലേ, അപ്പോൾ 4 ആയി. അല്ലെങ്കിൽ 6 ആകുമ്പോഴത്തേക്ക് എന്താ, 5 ഇട്ടിട്ട് വി ഇട്ടിട്ട് നെക്സ്റ്റ് 1 ഇടുക. അതുപോലെ തന്നെ 10, 9ാം ക്ലാസ് അല്ലെങ്കിൽ 11ാം ക്ലാസ്, അതൊക്കെ നമ്മൾ ഓർക്കുന്നില്ലേ, ഇതുപോലെ ഇടുക. ഇതുപോലെ തന്നെ വലിയ വലിയ നമ്പേഴ്സ് കുറച്ച് ഇൻക്രീസ് ആവുന്നേ ഉള്ളൂ. നമ്മളും വലുതായില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്പറും കൂടി കുറച്ച് കൂടുതലായിട്ട് പഠിക്കുക. അപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് 370 എഴുതാനായിട്ട് പഠിച്ചില്ലേ. ഈ ഒരു ഫോമാറ്റ് ഓർത്ത് വെച്ചാൽ മാത്രം മതിയാവും. ഓക്കെയാണ്. ഇന്നത്തെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.